ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി രസമാണ്. നമ്മൾ പല സമയത്തും പല രീതിയിലുള്ള രസം ഉണ്ടാക്കുന്നത്. അത് ഒന്ന് കുറുകിപ്പോവും, അല്ലെങ്കിൽ ഇച്ചിരി കയ്പ്പ് കാണും. അപ്പം ഈ രീതിയിലൊന്ന് രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ രസത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാ ദിവസവും ഒരു ഗ്ലാസ് രീതിയിൽ നമ്മൾ ഈ രസം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പം ഈ റെസിപ്പിയിലോട്ട് പോകും മുമ്പേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ അടിപൊളി രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. 4 ഇൻഗ്രീഡിയൻസിൽ ഒരു 6 തൊട്ട് 7 വെളുത്തുള്ളി എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 ടീസ്പൂണോളം ജീരകം എടുക്കുക. ജീരകം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ഒരു 4 വറ്റൽമുളക് എടുക്കുക. നമ്മൾ എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളകും. ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് ഞാൻ ചെറിയ ഇഞ്ചി ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചെറിയ പീസ് ഇഞ്ചിയാണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കൊന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പം എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രസത്തിന് വേണ്ടി അരയ്ക്കുമ്പം നമ്മളെപ്പോഴും നല്ല മഷിയായിട്ട് അരയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചതയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു ബോളിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് വെള്ളത്തിനകത്ത് നല്ലോണം നിരടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ പുളിവെള്ളത്തിനകത്ത് തന്നെ നമ്മൾ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് അത് പതിയായിട്ട് നല്ലോണം ഈ വെള്ളത്തിനകത്ത് നിരടി കൊടുക്കണം. ഇത് ഇങ്ങനെ ചെയ്യുമ്പം രസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. അല്ലാതെ കട്ട് ചെയ്ത് ഇടുന്നതിനെക്കാട്ടും ഇങ്ങനെ ചെയ്യുമ്പം നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ പാൻ വയ്ക്കാം. ഇനി ഇതിനകത്ത് കടുക് താളിച്ച് ഒഴിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. ഈ രസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്ര കുറുകുറൊന്നും ഇരിക്കത്തില്ല, നല്ല ടേസ്റ്റ് കിട്ടും. അതേസമയം കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് നോർമൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് കടുക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് 1/2 ടീസ്പൂണോളം ജീരകവും 1 വറ്റൽമുളകും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കരിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് സോട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. കായപ്പൊടി ദഹനത്തിന് വളരെ നല്ലതാണ്. ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി സവാളയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അത് രണ്ടും ചേർക്കുന്നില്ല ഇവിടെ. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളത്തിനകത്ത് ഞാൻ അരച്ച പൗഡറും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം പുളിവെള്ളവും തക്കാളിയും നമ്മൾ അരച്ച പൗഡറും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്താണ് ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി ഇഞ്ചി ഇതിനകത്ത് ഇപ്പം ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് തിളയ്ക്കും മുമ്പേ ഞാനിവിടെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1 പച്ചമുളക് എരിവിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല രസം. അതുകൊണ്ട് ആദ്യമേ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിത് തിരി ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മല്ലിയില ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം മല്ലിയില ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് ഒരു 1/2 മണിക്കൂറോളം വയ്ക്കണം.
മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. എന്നാലേ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ആ രസത്തിനകത്ത് വരത്തുള്ളൂ. അപ്പോഴേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ രസം എടുത്ത് നല്ലോണം ചൂട് ചോറിനകത്ത് ഒഴിച്ച് നല്ലോണം നിരടി നല്ല പൊട്ടാറ്റോ ഫ്രൈയോ അല്ല വെണ്ടയ്ക്കയുടെ മെഴുക്ക് വരട്ടിയോ കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ കൂടെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കോണിൽ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ until then, bye from Dhiya's World.